ഒരു പാട്ടുകാരി വന്നിട്ടുണ്ട് നമ്മുടെ ഫ്ലോറിൽ. എന്ത് ഗ്രേറ്റ്. ഓക്കെ, സുജാത ചേച്ചിനെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് എനിക്കറിയാം. സുജാത മോഹൻ ചേട്ടൻ പാട്ടുകാരി എന്നാണ് ഞാൻ പറഞ്ഞത്. അത് പോയിട്ട് അത് ശ്വേത അല്ല, ശ്വേതയുടെ കുഞ്ഞ് അല്ല. സുജാത ചേച്ചിയായിട്ട് ഒരുപാട് കണക്ഷൻസ് ഒക്കെ ഉള്ള ഒരാളാണ്. എന്തായാലും വിളിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. സിനി എന്നാണ് ചേച്ചിയുടെ പേര്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം സിനി തോമസ്. ഹലോ, ഹായ് ചേച്ചി, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. ചേച്ചി ആകെ ടെൻഷനായിട്ട് നിൽക്കാൻ തോന്നുന്നു. അല്ല, സുജാത ചേച്ചിയായിട്ടുള്ള കണക്ഷൻ പറയൂ, അത് കേൾക്കട്ടെ. എനിക്ക് എല്ലാ ഗായകരും ഒരുപോലെ ആണെങ്കിൽ തന്നെയും എല്ലാവരുടെയും പാട്ടുകൾ കേൾക്കാറുണ്ടെങ്കിലും സുജാത ചേച്ചിയുടെ പാട്ടിനോടൊരു ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് കാരണം? പ്രണയഗാനങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. മെലഡി സോങ്സ് ആണ് ഏറ്റവും ഇഷ്ടം. എല്ലാം മെലഡിയാണ്. ചേച്ചിയുടെ വോയിസ് പോലെയാണ് എന്റെ മോടെ അവസ്ഥയാണ്. എന്റെ മോക്ക് സുജാത ചേച്ചിയുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ ആണ്, ഭയങ്കര. ഒരു നോട്ടില്ല. ഓക്കെ, സുജാത ചേച്ചിനെ കാണണം എന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. പക്ഷെ കണ്ടു. എങ്ങനെ കണ്ടു എന്നുള്ളത് പറ. ചേച്ചിയുടെ വാട്സപ്പ് നമ്പറിൽ ഞാൻ ചേച്ചി പാടിയ പാട്ട് തന്നെ ട്രാക്കിട്ട് ഏകദേശം ഒരു 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് പാട്ടുകൾ അയച്ചിട്ടിരുന്നു. പക്ഷെ അല്ല, ചേച്ചി ഓർത്തിരുന്നത് ചേച്ചി പാടിയ പാട്ടുകൾ തന്നെ റിപ്പീറ്റ് ഞാൻ അയക്കുകയാണെന്നാണ് ഓർത്തിരുന്നത്. പക്ഷെ ഞാൻ പാടിയ പാട്ടുകളായിരുന്നു. 6 മാസത്തിന് ശേഷമാണ് ചേച്ചി എനിക്കൊരു ഹായ് അയച്ചത്. അതിനുശേഷം ഉടനെ തന്നെ എൻ്റെ പാട്ട് കേട്ട് ചേച്ചി എന്നെ വീഡിയോ കോൾ വിളിച്ചു. അങ്ങനെ സംസാരിച്ചു. ഒരു ചാനലിൽ വരണമെന്ന് ആവശ്യപ്പെട്ട് ശരസാറൊക്കെ ഉള്ളൊരു പ്രോഗ്രാമിൽ തന്നെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. വാട്സപ്പില് അയച്ചു കൊടുത്തു. സുജാത ചേച്ചി വിചാരിച്ചു ചേച്ചിയുടെ തന്നെ പാട്ടുകളാണെന്ന്. പക്ഷെ ആ റെസ്പോൺസ് വന്നപ്പോ എങ്ങനെയായിരുന്നു? സിനി ചേച്ചി പാടിയ പാട്ടാണെന്ന് അറിഞ്ഞപ്പോ ചേച്ചിക്ക് വളരെയധികം സന്തോഷമായി. കാരണം അതേപോലെ തന്നെ പാടുന്ന മറ്റൊരാളെ ആ പാട്ട് ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി. അപ്പോൾ നേരിട്ട് കാണണമെന്നും ചേച്ചിയുടെ മുന്നിൽ തന്നെ ഒന്ന് പാടണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ തട്ടം പിടിച്ചു വലിക്കല്ലേ എന്നുള്ള പാട്ടാണ് ആദ്യമായി ചേച്ചിയുടെ മുന്നിൽ ലൈവായിട്ട് പാടിയത്. ചേച്ചി തട്ടം പിടിച്ച് വലിച്ചോ? അതിനുശേഷം ഞാൻ ഒരു പാട്ടെഴുതി സംഗീതം ചെയ്തു. അകലാതിരുന്നെങ്കിൽ എന്ന ആൽബത്തിന്റെ പാട്ട് അത് ചേച്ചി കൊണ്ട് തന്നെയാണ് പാടിച്ചിരിക്കുന്നത്. അടിപൊളി. തന്നെ കമ്പോസ് ചെയ്ത ആ പാട്ട് സുജാത ചേച്ചി തന്നെ പാടി. വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്കൊന്ന് പാട്ട് കേൾക്കണ്ടേ പാറു? എന്തോ അൾട്ടിമേറ്റ് ആരാധന. അതെ, സത്യം. അതെ, സത്യമായിട്ടും. ചേച്ചി ഫസ്റ്റ് സുജാത ചേച്ചിയുടെ വോയിസ് പോലെ ഉണ്ടെന്ന് പറഞ്ഞതാരാ? അത് പറഞ്ഞിരിക്കുന്ന വർഷങ്ങൾക്ക് മുന്നേ ഞാനൊരു CD-യിൽ ക്രിസ്ത്യൻ ഡിവോഷനിൽ പാടുമായിരുന്നു. അപ്പോൾ ബിനോയ് അബ്രഹാം എന്ന് പറയുന്ന ഒരു കീബോർഡിസ്റ്റാണ്, അദ്ദേഹമാണ് എനിക്ക് ചേച്ചിയുടെ ഒരു വോയിസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞത്. പക്ഷെ അതിനെ ഞാൻ വലിയ കാര്യമൊന്നും ആക്കിയില്ലായിരുന്നു. പക്ഷെ വർഷങ്ങൾക്കിപ്പുറം അത് അങ്ങനെ ആണെന്ന് സത്യമായി, പിന്നെ കളി കാര്യമായി. എന്തായാലും അത് 6 മാസമൊക്കെ ഒരാളെ പിന്തുടർന്ന് പാട്ടുകൾ പാടി അയക്കാന്ന് പറഞ്ഞാൽ അവരോട് അത്രയും ഇഷ്ടമുണ്ടെങ്കിലേ സാധിക്കുള്ളൂ. ഒന്ന് പിന്നെ മാത്രമല്ല, നിരന്തരമായിട്ട് അതിനുവേണ്ടി പാട്ടുകൾ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്തില്ലേ? അതിനൊക്കെയാണ് നമ്മൾ ഒരു കൈയടി കൊടുക്കേണ്ടത്.